Yes, good afternoon, all. Okay, it seems the live session has started. Yeah. Enjoy Venulu. So, hello, good afternoon. Hope you're all doing good. So, uh, and I'm back with yet another live session for OET Writing Module. നമ്മളെല്ലാ ആഴ്ച ചെയ്യുന്നത് പോലെ തന്നെ വീണ്ടും ഒ ഇ ടി എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ നോക്കിക്കണ്ട് ഡിസ്കഷൻസ് നടത്തി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അടുത്തൊരു കേസ് നോട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് വുഡ് ബി ആസ് can see the screen is case note number 8. എട്ടാമത്തെ കേസ് നോട്ടാണ്. ഇതിന് മുമ്പ് നമ്മുടെ ലൈഫ് എഫ് ബി യൂട്യൂബ് ചാനൽസിലൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് 7 കേസ് നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അസസ്മെൻറ്റും കാര്യങ്ങളും ലൈവായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ എല്ലാ കഴിഞ്ഞ 7 മോഡൽ കേസ് നോട്ട്സും അതിൻ്റെ ആൻസേഴ്സും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ലൈവായിട്ടുള്ള ഡിസ്കഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഈ സെഷൻസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് ഫ്യൂ തിങ്സ് to all the viewers and before starting the session. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, as you can see in the page itself, ക്രാഷ് കോഴ്സ് നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഇനി വരുന്ന ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്കുള്ള ക്രാഷ് കോഴ്സ് അഡ്മിഷൻസ് ഇപ്പം നിലവിൽ ഓപ്പൺ ആണ്. നമ്മുടെ താഴെയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ വരുന്ന മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2 ക്രാഷ് കോഴ്സുകളാണ്. ഒന്ന് ജാൻ 28 2 വീക്സ് ക്രാഷ് കോഴ്സും അതുപോലെ ഫെബ്രുവരി 11 1 month 4 വീക്സ് ക്രാഷ് കോഴ്സുമാണ് നമ്മൾ ഈ വരുന്ന മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. യു ക്യാൻ കോൺടാക്ട് us. ആൻഡ് പിന്നെ ഒരു ഹാപ്പി ന്യൂസാണ് എല്ലാവരോടും ഷെയർ ചെയ്യാനുള്ളത്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ SN അല്ലേ, ഒരുപാട് നേഴ്സസ് കുട്ടികൾ ലൈവ് സെഷൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് നേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും. സോ വി ആർ ഹാപ്പി, വി ആർ പ്രൗഡ് ടു ഷെയർ ദാറ്റ് ഈ വരുന്ന ജാൻ 19th 20th 21st ഈ വരുന്ന 19th 20th 21st 3 ദിവസങ്ങളിൽ SNAയുടെ സ്റ്റേറ്റ് ഫെസ്റ്റ് ആർട്സ് ഫെസ്റ്റ് നമ്മുടെ കലൂരിൽ കൊച്ചിയിൽ നടത്തുകയാണ്. കേരളമെമ്പാടുമുള്ള എല്ലാ കോളേജുകളിലെയും നഴ്സിംഗ് കോളേജുകളിലെയും സോണൽ വൈസ് 8 സോണലിൽ നടത്തിയ മത്സരങ്ങളിൽ ജയിച്ച കുട്ടികളുടെ ഫൈനൽ എന്താ പറയുക മീറ്റാണ് ഈ വരുന്ന ജാൻ 19th 2021. പ്രോഗ്രാംസ് എനിക്ക് തോന്നുന്നു ജാൻ 20th and 21st നടക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്പം ഈ 8 സോണലിലും വിജയിച്ച കുട്ടികളുടെ ഫൈനലായിട്ടുള്ള ഒരു ആർട്സ് ഫെസ്റ്റാണ് ഈ വരുന്ന ഈ മാസം 20th 21st കലൂരിൽ ഹെൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം അത് ഒഫീഷ്യലി സ്പോൺസർ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലെക്ചർ ലാംഗ്വേജ് അക്കാഡമിക്ക് കിട്ടി. ആൻഡ് നമ്മളായിരിക്കും അവിടെ ത്രൂ ഔട്ട് 2 ദിവസം കുട്ടികളുടെ ഉണ്ടാവും. വി ആർ വെരി ഹാപ്പി ടു ഷെയർ ദിസ് ഓൾസോ വിത്ത് ഓൾ ദി സ്റ്റുഡൻസ്. എല്ലാ കുട്ടികളും, എല്ലാ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും കേരളമെമ്പാടുമുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളെ കാണാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ വി ആർ എക്സ്പെക്ടിങ് എ വെരി ഗുഡ് കോമ്പറ്റീഷൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ പാർട്ടിസിപ്പൻസ് ഓൾസോ. Yes, well, I think we have some messages. Victoria, hello Victoria. Good afternoon, Priya. Adulya, hi Adulya. Shalu, good morning. Sandra, good afternoon. Shalu, yeah, good morning. Yes. Okay. എനിക്ക് തോന്നുന്നു നമുക്ക് ലൈവിലേക്ക് പോകാം. Let everyone join and well,
Okay. Now we start here. As you can see in the screen, this is case note number 8. എട്ടാമത്തെ കേസ് നോട്ടാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. And as usual, let's go straight away to the writing task. Writing taskിലേക്ക് നമുക്ക് പോകാം അല്ലേ? Okay. So here is the writing task. Using the information given in the case notes, write a letter to his doctor regarding the current condition and progress level. Address the letter to Ms. Marian Harvey, GP, Bromfield Hospital, Bromfield. So this is the writing task in short. So first of all, as like whenever you get a case note, this is something which I always remind my students. Always I used to convey the same in all the live sessions also. Like whenever you get a case note, the first thing that you have to do is to go to the writing task. So this is just a reminder for the beginner students. Writing task ആണ് നമ്മൾ ആദ്യം വായിക്കുന്നത് അല്ലേ? And here while going through the writing task, you have to understand few things. Like you need to understand who the reader is, what type of letter you write, and is it a known case or unknown case, and also you have to understand the purpose of writing. Like these are the basic things that you have to understand from each and every case note. So I hope it is clear to everyone. And looking into this case note, we could understand few concepts like who the reader is. We are writing this letter to his doctor. It is given as his doctor. Therefore, it is a non-case letter. And the purpose is not given regarding the current condition and progress level. That's all mentioned here. So we can easily understand that this is a non-case letter since it is written to the patient's doctor. So many students have concerns regarding non-case letters. Some basic confusions regarding this non-case letters. In the live session, non-case letter discussions in detail, but still. ഇവിടെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ നോൺ കേസ് ലെറ്റർ ആണെങ്കിൽ അവിടെ എപ്പോഴും ഹിസ് ഡോക്ടർ ഓർ ഹിസ് GP ഓർ പേഷ്യൻസ് ഡോക്ടർ പേഷ്യൻസ് GP എന്ന് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സോ അഞ്ജന ഗുഡ് ആഫ്റ്റർനൂൺ, പ്രിൻസി ഗുഡ് മോർണിംഗ്, അനി ഗുഡ് മോർണിംഗ്, യെസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ, യെസ്. ഓക്കെ, വെൽ ഇവിടെ പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഹിസ് ഓർ ഹെർ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ എന്ന അർത്ഥം വരുമ്പോൾ മാത്രമാണ് അതെന്താവുന്നത്, നോൺ കേസ് ആവുന്നത്. അല്ലാതെ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ഫാമിലി GP എന്ന് പറഞ്ഞാൽ നോൺ കേസ് ആണോ, ലോക്കൽ GP എന്ന് പറഞ്ഞാൽ അത് നോൺ കേസ് ആണോ. ബേസിക്കലി വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് അങ്ങനെ ഒരു റിസീവർ വരില്ല. ഇതുവരെ OET അങ്ങനെ റൈറ്റ് ലെറ്റർ ടു ഹിസ് GP, ഹെർ GP, റൈറ്റ് ലെറ്റർ ടു ലോക്കൽ GP അല്ലെങ്കിൽ ഫാമിലി GP എന്നൊന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരാറില്ല. സോ ദാറ്റ് ഇസ് സംതിങ് യു ഡോണ്ട് ഹാവ് ടു എക്സ്പെക്ട്. ഇനി അത് വന്നാൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ലെറ്റേഴ്സ് കിട്ടിയാൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ലോക്കൽ GP അല്ലെങ്കിൽ ഫാമിലി GP എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നോൺ കേസ് അല്ല. ലോക്കൽ GP എന്ന് പറയുന്നത് ലോക്കാലിറ്റിയുടെ GP എന്ന് മാത്രമേ പറയുള്ളൂ, നോൺ കേസ് അല്ല. അതുപോലെ ഫാമിലി GP എന്ന് പറയുമ്പോൾ എന്താണ്, ഫാമിലിയുടെ ആരുടെയോ GP എന്ന അർത്ഥമാണ്. പേഷ്യൻറ്റിൻ്റെ GP ആവണമെന്ന് നിർബന്ധമില്ല. ഇനി ലോക്കൽ ഫാമിലി GP എന്ന് കൊടുത്താൽ തന്നെ അത് നോൺ കേസ് ആവണമെങ്കിൽ കൃത്യമായിട്ട് അവരത് പറയുന്നതായിരിക്കും. യെസ്, സോ ദീസ് ആർ സം ഇൻഫർമേഷൻ ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. സോ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നോൺ കേസ് ലെറ്റർ ആണ്, പേഷ്യൻറ്റിന് ഡോക്ടറിനാണ് എഴുതുന്നത്. ആൻഡ് വേറെ ഫർദർ അസസ്മെൻറ്റിനാണ് അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. നമുക്ക് ത്രൂ റീഡിങ് ദ കേസ് നോട്ട് വായിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എൻ്റെ മുകളിലേക്കുള്ള ഇൻഫോർമേഷനിലേക്ക് പോവാം. ഇവിടെ പറയുന്നു 8th of Jan 2022, അതാണ് ടുഡേസ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു അല്ലേ. അവിടെ പെയിൻ സ്കോർ കൊടുത്തിട്ടുണ്ട് 3/10 എന്ന് കൊടുത്തിട്ടുണ്ട്. വൂണ്ട് ഹീൽഡ് എന്നതിന് തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ. യെസ്, കാർത്തിക, hello Kartika, Anila, good morning, Yajisa, Jinto, good afternoon. Thank you for your messages, all of you. Yeah. Fine. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പെയിൻ സ്കോറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വൂണ്ട് ഹീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഫെക്ഷൻ ക്ലിയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കാർ ലിഫ്റ്റഡ് എന്ന് പറയുന്നുണ്ട്, ഡിസ്കസ്ഡ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആൻഡ് പേഷ്യന്റ് ബിൽഡിംഗ് എന്നാണ്
പറഞ്ഞ മറ്റൊരു ഇൻഫോർമേഷൻ. സോ ഫൈൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പേഷ്യന്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പേഷ്യന്റ് ഹീസ് അഫക്റ്റഡ് വിത്ത് പെയിൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വൂണ്ട് ഹീൽഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻഫെക്ഷൻ, അപ്പോൾ എന്തോ ഇൻഫെക്ഷനായി അഫക്റ്റ് ചെയ്ത പേഷ്യന്റ് ആണ്. പിന്നെ എസ്കാർ ലിഫ്റ്റഡ്, അപ്പോൾ എന്തോ ഒരു വൂണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പേഷ്യന്റിന് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഡിസ്കസ്ഡ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്കിൻ ഗ്രാഫ്റ്റിംഗിന്റെ പോസിബിലിറ്റീസിനെ പറ്റി ഇവിടെ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. ആൻഡ് പേഷ്യന്റ് ഇസ് നൗ വില്ലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? Okay, so that is also something to be noted. Yes. So we have a doubt from Jisa whether it's mentioned her or his GP. So as far as this letter is concerned, it is not mentioned as GP, but they have clearly mentioned write a letter to his doctor. His doctor എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഡോക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So that is a non case കേട്ടോ. Okay. I think that doubt is clear. Though you need other doubt, but to make you doubt, you can definitely ask me. Okay. So, wound healed and infection cleared in the varayana, scar lifted in the varayana, discussed skin grafting, willing, and another one. So, might be earlier when they discussed regarding skin grafting, he might have rejected or refused the possibility. No, let's see what happened. അപ്പോൾ എന്തായാലും ഇപ്പം സ്കിൻ ഗ്രാഫ്റ്റിങ്ങിന്റെ പോസിബിലിറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് പേഷ്യന്റ് വില്ലിംഗ് ആണ്. ആൻഡ് അതുകൊണ്ടായിരിക്കാം നമ്മൾ ലെറ്റർ എഴുതുന്നത് പേഷ്യന്റിന്റെ ഡോക്ടറിന്. ലെറ്റ്സ് സീ, നമുക്ക് ബാക്കിയുള്ള കേസ് കണ്ടന്റ് വായിച്ച് നോക്കിയിട്ട് അത് ഡിസൈഡ് ചെയ്യാം കേട്ടോ. യെസ്. സോ ദ നെയിം ഓഫ് ദ പേഷ്യന്റ് ഇസ് ഗിവൺ ആസ് ജോർജ് വുഡ്വാർഡ്. ഹി ഈസ് 80 years old. അപ്പോൾ നോൺ കേസ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് എഴുതേണ്ട കാര്യമില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. നമുക്കൊന്ന് ഫസ്റ്റ് കേസിലോട്ട് ഫുൾ ഒന്ന് വായിച്ച് നോക്കാം അല്ലേ? ആസ് യൂഷ്വൽ സോഷ്യൽ ഹിസ്റ്ററിയിൽ പറയുന്നു റിട്ടയർഡ് സോൾജിയർ ആണ്, 3 adult ചിൽഡ്രൻ ഉണ്ട്, ഓൾ ലീവ് ലോക്കലി എന്ന് പറയുന്നുണ്ട്, യങ്ങസ്റ്റ് ചൈൽഡ് ആസ്മാറ്റിക് ആണെന്ന് ഒരു വിവരം കൊടുത്തിട്ടുണ്ട്, എക്സ് സ്മോക്കർ, നോട്ട് നോ ആൽക്കഹോൾ. ഇതൊന്നും ഒരു പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയേണ്ട പക്കം നോൺ കേസ് ആയതുകൊണ്ട് തന്നെ ഡോക്ടറിനോട് അറിയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആൻഡ് റിഗാർഡിംഗ് മെഡിക്കൽ ഹിസ്റ്ററി, റൈറ്റ് നീ റീപ്ലേസ്മെന്റ് സർജറി നോൺ ആണ്, ലെഫ്റ്റ് നീ റീപ്ലേസ്മെന്റ് സർജറി അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഹൈപ്പർ ടെൻഷനും ഉള്ള പേഷ്യൻ്റ് ആണ്. കറണ്ട് മെഡിക്കേഷൻസ് ആയിട്ട് 1-2 മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല കറണ്ട് പേഷ്യന്റിന്റെ കണ്ടീഷനുമായിട്ടോ മാനേജ്മെന്റുമായിട്ടോ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അവർക്ക് ഡയറക്ട്ലി ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ടുഡേസ് ഡേറ്റ് എന്ന് പറഞ്ഞു വരുന്നത് 8th of Jan ആണ്. ആൻഡ് 8th of കൊടുത്തിട്ടില്ല അല്ലേ? ടുഡേസ് ഡേറ്റ് 8th of Jan തന്നെയാണ്. പേഷ്യന്റ് ഇൻസിഡന്റ് സ്റ്റാർട്ടഡ് ഓൺ 28th of December. 28th ഡിസംബറിനാണ് ഇൻസിഡന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻഡ് വാസ് ലൈക്ക് പേഷ്യന്റ് ഹാഡ് എ ഫയർ ഇൻ ദ ഗാർഡനിൽ പേഷ്യന്റിന് ഒരു ഫയർ ഉണ്ടായെന്ന് പറയുന്നു. ആൻഡ് ഹാസ് എ ബേൺ വൂണ്ട് ഇൻ ദ റൈറ്റ് ലെഗ് ഫോളോവിങ് മെൽറ്റഡ് പ്ലാസ്റ്റിക് എജെക്ഷൻ. ഓക്കെ. ആൻഡ് ഇതാണ് പേഷ്യന്റിന് സംഭവിച്ചത്. ഗാർഡനിൽ വെച്ചൊരു ഫയർ ഉണ്ടായി. ആൻഡ് ഹാസ് എ ബേൺ വൂണ്ട് ഇൻ ദ റൈറ്റ് ലെഗ് ഫോളോവിങ് മെൽറ്റഡ് പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ. ഓക്കെ. സോ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇൻസിഡന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അഡ്മിറ്റഡ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. വൂണ്ട് ഡ്രസ്സിംഗ് ചെയ്തു എന്ന് പറയുന്നു. ആൻഡ് റെക്കമെൻഡഡ് ഫോർ സ്കിൻ ഗ്രാഫ്റ്റ്, റിലക്റ്റന്റ് ഡ്യൂ ടു മദേഴ്സ് ഡെത്ത് ഡ്യൂറിംഗ് ഓപ്പറേഷൻ. സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ പേഷ്യന്റിന് ആക്ച്വലി വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് ഗാർഡനിലുണ്ടായ ഒരു ആക്സിഡന്റിനെ തുടർന്ന് പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ ഉണ്ടാവുകയും പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് വൂണ്ട് ഡ്രസ്സിംഗ് അവിടെ നടത്തുകയും പേഷ്യന്റിനോട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്തിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻ വാസ് പേഷ്യന്റ് അതിനോട് എന്ത് ചെയ്തു? റിലക്റ്റന്റ് ആയിരുന്നു. ഹി വാസ് റിലക്റ്റന്റ് ഡ്യൂ ടു മദേഴ്സ് ഡെത്ത് ഡ്യൂറിംഗ് ഓപ്പറേഷൻ. എന്തോ ഒരു ഫാമിലി ഇൻസിഡന്റ് മൂലം പേഷ്യന്റ് എനിവേസ് അവിടെ നമുക്ക് അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇനീഷ്യലി പേഷ്യന്റ് ഈ സ്കിൻ ഗ്രാഫ്റ്റിംഗിന്റെ പോസിബിലിറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ പേഷ്യന്റ് അതിന് റിലക്റ്റന്റ് ആയിരുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് ടു ഹീൽ നോർമലി ഇത് വെയിറ്റ് ഹീൽ ആവട്ടെ എന്നുള്ളൊരു കാര്യമാണ് പേഷ്യന്റ് അവിടെ പറയുന്നത്. ആൻഡ് വിസിറ്റഡ് ബേൺ യൂണിറ്റ്, അപ്പോൾ ബേൺ യൂണിറ്റിൽ വിസിറ്റ് ചെയ്തെന്ന് പറയുന്നു. പെയിൻ സ്കോർ ആ സമയത്ത് പെയിൻ സ്കോർ 7/10
10 ആയിരുന്നു, extended for 48 hours, exudate present, infection noted, swab taken, debridement done, wound dressing, analgesic and antibiotics prescribed. അപ്പോൾ അവിടെ ചെയ്ത മാനേജ്മെന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അറേഞ്ച്ഡ് കമ്മ്യൂണിറ്റി നഴ്സ് ഫോർ 2 weeks. അപ്പോൾ പേഷ്യന്റ് മൈറ്റ് ഹാവ് ബീൻ ഡിസ്ചാർജ് അല്ലേ? യാ, ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഹോം വിസിറ്റ് ആണ് 1st January കൊടുത്തിരിക്കുന്നത്. So this is an incident that happened to the patient recently. Like he was admitted to a hospital emergency department on 28th of December, like 10 days or something ago. 10 ദിവസം മറ്റും മുമ്പ് പേഷ്യന്റിനെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അഡ്മിറ്റ് ആയിട്ടിരിക്കുകയാണ്. ലിസിമോൾ, ഗുഡ് ആഫ്റ്റർനൂൺ. ഷെറിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. യാ, ജിഷ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, എല്ലാവർക്കും യാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ മെസ്സേജസ്. ഓക്കെ, ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അല്ലേ? പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മൂലം ഉണ്ടാവുകയും ഒരു നല്ലൊരു വൂണ്ടും കാര്യങ്ങളും പറ്റിയിരുന്നു, ഇൻഫെക്ഷൻ കാര്യങ്ങളും ഉണ്ടായിരുന്നു, പെയിൻ സ്കോർ കൂടുതലായിരുന്നു. പേഷ്യന്റിനോട് നമ്മൾ പോസിബിലിറ്റി ഓഫ് സ്കിൻ ഗ്രാഫ്റ്റിംഗ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? സ്കിൻ ഗ്രാഫ്റ്റിങ്ങിന്റെ പോസിബിലിറ്റി ഡിസ്കസ് ചെയ്തെങ്കിലും പേഷ്യന്റ് അതിനോട് ഇനീഷ്യലി റെഫ്യൂസ്ഡ് ആയിരുന്നു. അത് തന്നെ നോർമലി ഹീൽ ആവട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട് പെർസ്പെക്റ്റീവ് ആയിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ് what happened then was പേഷ്യന്റിന്റെ മാനേജ്മെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിബയോട്ടിക്സ് കൊടുത്തു, വൂണ്ട് ഡ്രസ്സിംഗ് ചെയ്തു, സ്വാബ് എടുത്തു, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് ഹോം വിസിറ്റിലേക്ക് വിടുകയും ചെയ്തു. ആൻഡ് now let's see what happened to the patient during home visits. 1st of January 2022, like 2 or 3 days after the hospitalization, he was discharged. And 1st of January ആയിരുന്നു ഇനീഷ്യൽ ഹോം വിസിറ്റ് കണ്ടക്ട് ചെയ്തിരുന്നത്. അവിടെ പറയുന്ന കാര്യം, first home visit slow wound healing, so his condition is now getting improved gradually. No pain while removing dressing എന്നുള്ള information കൊടുത്തിട്ടുണ്ട്. No odor എന്ന് കൊടുത്തിട്ടുണ്ട്. Inflammation in the wound edge ഇപ്പോഴും ഉണ്ട്. Necrotic tissue started to detach എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ പേഷ്യന്റ് കണ്ടീഷൻ സ്ലോലി ഒരു ഇംപ്രൂവ്മെന്റ് ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ 4th of January 2022 പറയുന്ന കാര്യം, ഹിസ് വൂണ്ട് ഈസ് ഹീലിംഗ്. വീണ്ടും പേഷ്യന്റിന്റെ കണ്ടീഷൻ ഹീലിംഗ് ആണ്. ഗ്രാനുലേഷൻ ഇൻ എഡ്ജസ് ഓഫ് ദ വൂണ്ട് കണ്ടു തുടങ്ങി. ഐലൻഡ്സ് ഓഫ് ക്രസ്റ്റി ഫോർമേഷൻ നോട്ട് ചെയ്തു. ഇതൊക്കെ ഈ വൂണ്ടിന് ചുറ്റും ആ ഹീലിംഗ് പ്രോസസ്സിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ പ്രോഗ്രസിനെ കൃത്യമായിട്ടെല്ലാം മാർക്ക് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ടിഷ്യൂ ഓഫ് എപ്പിത്തലൈസേഷൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ടുഡേ 8th of January വരുമ്പോൾ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഓൾറെഡി വായിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? പെയിൻ സ്കോർ 3/10 ആയെന്ന് പറയുന്നു. വൂണ്ട് ഹീൽഡ് ആണെന്ന് പറയുന്നു. ഇൻഫെക്ഷൻ ക്ലിയർഡ് ആണ്. എസ്കാർ ലിഫ്റ്റ് ചെയ്തു. ഡിസ്കസ്ഡ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആൻഡ് ഹീസ് വില്ലിംഗ്. സോ ദാറ്റ് ഈസ് എ റീസൺ. അതോ ഈ ഒരു കോണ്ടെക്സ്റ്റ് അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്കിവിടെ ആലോചിച്ച് നോക്കിയേ, ഈ പേഷ്യന്റിന് ഇപ്പോൾ ആരുടെ അങ്ങോട്ടും ഒരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യേണ്ടതോ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. Your CAC affected with an injury like 10 days ago or something. Considering today's date as 8th of Jan, 8th of Jan ആണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പേഷ്യന്റ് met with a major accident in garden following a plastic ejection on 28th of December, like or 10 days ago. പ്ലാസ്റ്റിക് എജക്ഷൻ മൂലം പേഷ്യന്റിന് ഒരു പ്രശ്നമുണ്ടായി. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു നല്ല രീതിയിലുള്ള ഒരു വൂണ്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റും കാര്യങ്ങളും കൊടുത്തു. അതിനുശേഷം പേഷ്യന്റിനെ ഹോം വിസിറ്റിലേക്ക് വിടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ ഹോം വിസിറ്റിൽ എന്താണ് സംഭവിച്ചത്? പേഷ്യന്റിന്റെ കണ്ടീഷൻ നോർമലി ഗ്രാജുവലി ഇംപ്രൂവ്ഡ് ആവുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ അവസാനം പ്രസന്റ് സ്റ്റേറ്റസ് ഓഫ് ദ പേഷ്യന്റിലേക്ക് നോക്കുകയാണെങ്കിൽ പെയിൻ സ്കോർ ഇനീഷ്യലി 7/10 ആണെങ്കിൽ ഇപ്പോൾ 3/10 ആയി മാറി. വൂണ്ട് ഹീൽഡ് ആയി എന്ന് പറയുന്നു. ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തു. എസ്കാർ ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ പേഷ്യന്റ് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും എവിഡൻ്റ്ലി കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം നമുക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഒരു കൺസൾട്ടേഷനോ ട്രീറ്റ്മെൻറ്റോ ഈ പേഷ്യൻറ്റിന് നിലവിൽ വേണ്ട ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇനീഷ്യലി നമ്മുടെ പേഷ്യൻറ്റുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു അല്ലെ, പറഞ്ഞിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്തായിരുന്നു പറയുന്നത്? യെസ്, അതായത് പേഷ്യൻറ്റിന് ഈ 28th of December റെക്കമെൻഡഡ് ഫോർ സ്കിൻ ഗ്രാഫ്റ്റ് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിലും റിലക്റ്റന്റ് ഡ്യൂ ടു മദേഴ്സ് ഡെത്ത് ഡ്യൂറിങ് ഓപ്പറേഷൻ, ഏതോ ഒരു ഫാമിലി ഇഷ്യൂ ഇൻസിഡന്റ് മൂലം ഇദ്ദേഹം ഇനീഷ്യലി സ്കിൻ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി
ഡിസ്കസ് ചെയ്തപ്പോൾ, റെക്കമെൻഡ് ചെയ്തപ്പോൾ അതിനോട് പേഷ്യൻ്റ് റിലക്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. ബട്ട് നൗ ഹി ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ സെയിം. നല്ലൊരു പേഷ്യൻ്റ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വില്ലിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇദ്ദേഹത്തിനെ റെഫർ ചെയ്യുകയാണ്. മോസ്റ്റ്ലി സ്കിൻ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയുള്ള ഫർദർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. അപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പേഷ്യൻ്റ് വില്ലിംഗ് ആണ് എന്ന് അറിയിച്ചുകൊണ്ട് എഴുതുന്ന ഒരു റെഫറൽ ലെറ്ററാണിത്. സോ ഇവിടെ ഒരു എമർജൻസി റെഫറൽ ലെറ്ററോ അല്ലെങ്കിൽ ഒരു അർജന്റ്ലി ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്ന ലെറ്റർ ഒന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറെ നമ്മൾ അറിയിക്കുകയാണ് ഇദ്ദേഹം നിലവിൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നുള്ള നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രം. ഓക്കെ. സോ വേറെ ഒരു പ്രശ്നങ്ങളും ഈ ലെറ്ററിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നോൺ കേസ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെലക്ഷൻ ഓഫ് ഡേറ്റയിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, retired soldier, 3 adult children, all live locally, youngest child, asthmatic, ex-smoker, no alcohol. ഇതൊന്നും നമുക്കിവിടെ ആവശ്യം വരുന്ന കണ്ടന്റുകളല്ല. ആൻഡ് പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി ആണെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ആണെങ്കിലും ഒന്നും തന്നെ ഇവിടെ നോൺ കേസ് ആയതുകൊണ്ട് തന്നെ ഡോക്ടറിനെ അറിയിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇനിയുള്ള 28 മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ചെറിയൊരു ധാരണ കൊടുത്താൽ മതി അല്ലേ. നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇങ്ങനെ 28 ഡിസംബറിൽ അല്ലെങ്കിൽ ഒരു ഫയർ മൂലം ഇങ്ങനെ ഇൻസിഡൻറ്റ് മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്ത കാര്യങ്ങൾ പറയാം. ആ സമയത്ത് പേഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു, അതിനുശേഷം പേഷ്യൻറ്റിന് ഹോം വിസിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോം വിസിറ്റിൽ ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയുള്ളൊരു ബ്രീഫ് സ്കെച്ച് കൊടുക്കുക. ആൻഡ് പ്രസൻറ്റ് സ്റ്റേറ്റസ് ഓഫ് ദ പേഷ്യൻ്റ് എന്താണെന്നും നിലവിലെ പേഷ്യൻ്റെ സ്റ്റേറ്റസ് എന്താണ്, ഹീസ് വില്ലിംഗ് ഫോർ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്നുള്ളൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ലെറ്ററിനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം അല്ലേ. സോ ഞാൻ ഇവിടെ ഫർദർ ഡിലേ ചെയ്യുന്നില്ല. ഐ എം സ്ട്രൈറ്റ് അവേ മൂവിങ് ടു ദ മോഡൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ ആൻസർ ഞാനിപ്പം നമ്മൾ എല്ലാ ലൈബ്രറിയും ചെയ്യുന്നത് പോലെ ഇതിൻ്റെയും ഒരു മോഡൽ ആൻസർ ഞാനിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. സോ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ആൻഡ് ആഫ്റ്റർ ദ ലൈവ് സെഷൻ യു വിൽ ഓൾസോ receive the same in the printed material. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സദ്യ ലാംഗ്വേജ് അക്കാഡമിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇതിൻ്റെ പ്രിന്റഡ് മെറ്റീരിയൽസും കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ നമുക്ക് okay. There is some model answer for this. So case number 8, model answer. The address, date, salutation, reference, date of birth. എല്ലാം അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എല്ലാവരും ലേഔട്ടിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ലെറ്റ്സ് റീഡ് ഇറ്റ് ടുഗെദർ. I am writing to notify the health status of Mr. George Woodward under your consultation. സോ നോൺ കേസ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ മിക്ക കുട്ടികളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ശീലമെന്ന് പറഞ്ഞാൽ, ഐ ആം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ദി കറന്റ് ഹെൽത്ത് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് എഴുതി പോകുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എല്ലാ നോൺ കേസ് ലെറ്റേഴ്സിലും അത് പോസിബിൾ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് നോൺ കേസ് ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്കത് ഇൻട്രൊഡക്ഷനിൽ ഏതെങ്കിലും രീതിയിൽ ഒരു റെഫറൻസ് കൊടുത്തുകൊണ്ട് ആ റീഡറിനെ കൺവേ ചെയ്യണം. നിങ്ങളുടെ പേഷ്യൻ്റാണ്, നിങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റെസിഡൻ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ റെസിഡൻ്റായ എന്തെങ്കിലും രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് കൺവേ ചെയ്യണം, ഇത് നിങ്ങളുടെ പേഷ്യൻ്റാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണെന്നുള്ളൊരു റെഫറൻസ് കൊടുക്കണം. ഇവിടെ ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു റെഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർ യുവർ കൺസൾട്ടേഷൻ. യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തൊക്കെയാണ്? one of your patients, a patient of yours, a non-case of yours, resident ആണെങ്കിൽ one of your residents, a resident of yours, a non-case of yours. ഇങ്ങനെ പല റെഫറൻസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാൻ അണ്ടർ യുവർ കൺസൾട്ടേഷൻ, നിങ്ങളുടെ കൺസൾട്ടേഷനിലുള്ള മിസ്റ്റർ ജോർജ് വുഡ്വേർഡിൻ്റെ ഹെൽത്ത് സ്റ്റേറ്റസ് നോട്ടിഫൈ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ കത്ത് എഴുതുന്നത് എന്നൊരു വ്യത്യസ്തമായ രീതിയിൽ. ഓൾവേസ് വി ഹാവ് ടു ബി ഒറിജിനൽ. നമ്മളെപ്പോഴും നമ്മുടെ രീതിയിലുള്ള സെൻറ്റൻസുകൾ, അതിനകത്ത് നിങ്ങൾ എക്സാമിന് അവിടെ പോയിട്ട് ഒരു പുതിയ എൻ്റെ സാധനം ട്രൈ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇഫ് യു ആർ ഗെറ്റിംഗ് പ്രോപ്പർ പ്രാക്ടീസ്, യു ആർ ഗെറ്റിംഗ് പ്രോപ്പർ കറക്ഷൻസ്, ഒരു ട്രെയിനറുമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇങ്ങനൊരു സെൻറ്റൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ട്രെയിനർക്ക് പറയാം ഈ സെൻറ്റൻസ് കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനൊരു ചേഞ്ച് വരുത്താൻ നന്നാവും, അല്ലെങ്കിൽ ഇത് ആ ടോണിന് അപ്രോപ്രിയേറ്റ് അല്ല.
അതുകൊണ്ട് ഇങ്ങനെ എഴുതണ്ട. കൃത്യമായിട്ടുള്ള കറക്ഷൻസ് വാങ്ങിച്ച് നിങ്ങളുടേതായൊരു യൂണീക്ക് റൈറ്റിംഗ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഹിസ് ഡെർമൽ ബേൺസ് ആർ റിക്കവറിങ് ആൻഡ് ഹി ഈസ് നൗ വില്ലിംഗ് ടു അണ്ടർഗോ സ്കിൻ ഗ്രാഫ്റ്റിംഗ്. വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടറിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. സോ ഇതൊരു നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ലെറ്റർ, ഇതൊരു ഫോർമുല അല്ല ഇവിടെ വരുന്നത്. ഇതൊരു എക്സാം ബേസ്ഡ് മെറ്റീരിയൽ തന്നെയാണ്. പ്രീവിയസ് ആയിട്ട് എക്സാമിന് വന്നിരുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡൽ കേസ് നോട്ടിനെ ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, മിസ്റ്റർ ജോർജ് വുഡ്വാർഡ്സ്. This is how I have drafted the first body paragraph. Mr. George Woodward's admission to the emergency department asked in your records due to dermal burns on the right leg was eventful with signs of infection. എങ്ങനെയായിരുന്നു മിസ്റ്റർ വുഡ്വാർഡ്സിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള അഡ്മിഷൻ ഡെർമൽ ബേൺസ് മൂലം ഉണ്ടായത് സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ മൂലം വളരെയധികം ഇവന്റ്ഫുൾ ആയിരുന്നു, ആണെന്നല്ല, was eventful എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, therefore after hospitalization he has been under home visits for 2 weeks to provide continued care. So നന്നായിട്ട് പാരാഫ്രൈസ് ചെയ്ത് തന്നെയാണ് എഴുതുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ when you compare the case note with the model answer, ഇവിടെ എത്രത്തോളം ഏതൊക്കെ രീതിയിലാണ് പാരാഫ്രൈസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതും ആ സെന്റൻസ് കൺസ്ട്രക്ഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. On the initial visit on 1st of Jan 2022, his wound edge was inflamed. However, there was no foul odor or pain during the dressing removal. In addition, necrotic tissue started to detach. The home visit after 3 days showed good progress on Mr. Woodward with the healing of wound edge and formation of epithelial tissue. So, ആ ഒരു പ്രോഗ്രസ്, ആ ഒരു woundന്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഡോക്ടറിന് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Today, he reports a reduction in pain scale to 3, which was 7 before, and the wound is noted with no infection. നിലവിലുള്ള പേഷ്യൻറ്റിൻ്റെ ആ പെയിൻ സ്കെയിൽ അത് ഇനീഷ്യലി ഉണ്ടായിരുന്ന പെയിൻ സ്കെയിലുമായിട്ടുള്ള കമ്പാരിസണും അതുപോലെ ഇപ്പോഴത്തെ ഇൻഫെക്ഷൻ സ്റ്റേറ്റസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ കൈൻഡ്ലി പ്രൊസീഡ് വിത്ത് ഫോർ ദ മാനേജ്മെന്റ് മെഷേഴ്സ് സിൻസ് ഹി ഈസ് കൺവിൻസ്ഡ് ഫോർ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഓവർകമ്മിങ് ഹിസ് ട്രോമ ടുവേർഡ്സ് സർജറി. സോ ഇവിടെയാണ് ലാസ്റ്റാണ് ഞാൻ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് പേഷ്യൻറ്റിന്റെ നീഡ് എന്നുള്ള കാര്യം. കൈൻഡ്ലി പ്രൊസീഡ് വിത്ത് ഫോർ ദ മാനേജ്മെന്റ് മെഷേഴ്സ് സിൻസ് ഹി ഈസ് കൺവിൻസ്ഡ് ഫോർ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഓവർകമ്മിങ് ഹിസ് ട്രോമ ടുവേർഡ്സ് സർജറി. സോ ഇനീഷ്യലി പേഷ്യൻറ്റിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നുള്ള ഒരു റിമൈൻഡർ പോലെ കൊടുത്തിട്ടാണ് അത് മെൻഷൻ അല്ലെ. ഓവർകമ്മിങ് ഹിസ് ട്രോമ ടുവേർഡ്സ് സർജറി അല്ലെ. എന്ത് മനോഹരമായിട്ടാണത് ഇവിടെ അത് പാരാഫ്രൈസ് ചെയ്തിരിക്കുന്നു നോക്കുക അല്ലേ. Then also monitor his wound and signs of infections. If you have any queries, further queries, please do not hesitate to contact me. So വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു ഡ്രാഫ്റ്റിംഗ് ആയിട്ടാണ് ഈ ലെറ്ററിനെ തോന്നുന്നത്. സോ ഇത് ഇത്തരത്തിലുള്ള മോഡൽ ലെറ്റേഴ്സും കേസ് നോട്ട്സും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് ഷുവർലി ഒരുപാട് കുട്ടികൾ സെൽഫായിട്ട് OET പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഒക്കെ ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം ആദ്യമായിട്ട് തന്നെ അല്ലേ. ഒരുപാട് പല പല കേസ് നോട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴുള്ള എക്സാം പാറ്റേണിലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലുള്ള കേസ് നോട്ടുകൾ കാണാറുണ്ട്. അത് കുട്ടികളായിട്ട് ചില ദിവസങ്ങളിൽ നമ്മളത് പർപ്പസ്ഫുള്ളി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. സോ ആ ഡിഫറൻസുകൾ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം അല്ലേ. അപ്പോൾ എക്സാമിന് ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഇത് ഈ കേസ് നോട്ടും ഈ ആൻസറും ലൈഫ് ലോങ് OET ഫോളോ ചെയ്യണമെന്നില്ല. ലൈക്ക് ദേ മൈറ്റ് ചേഞ്ച് ദ ട്രെൻഡ്സ് ഓൾവേസ് അല്ലേ. എല്ലാ എക്സാമും അങ്ങനെയാണ്. 2 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേണോ ടൈപ്പോ ആയിരിക്കില്ല ഇപ്പോൾ വരുന്നത്. ഒരുപാട് ഓൾട്ടറേഷൻസും കാര്യങ്ങളും മാറ്റാറുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നലെ പ്രിയങ്ക മാമിൻ്റെ സ്പീക്കിംഗ് സെഷൻ എല്ലാവരും അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നാളെ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ലൈവ് സെഷൻ ഉണ്ട് ബൈ മിസ് പൂജ മാം. റീഡിങ്ങിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് റീഡിങ് മൊഡ്യൂൾസിന് വേണ്ടി ഇരിക്കുന്ന ഒരു മാമാണ്. മാമിൻ്റെ ലൈവ് സെഷൻ നാളെ 12 o'clock
നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും റീഡിംഗ് മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട്. എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം എല്ലാ കുട്ടികളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Thank you all for your constant support. So it's me Harish signing off, and we'll see you on the next week with another case note with a model answer. Bye bye.